ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ണികൾക്കായിട്ടൊരു തക്കാളി ചോറാണ് ഉണ്ടാക്കാൻ പോണത്. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്കുള്ള ടൊമാറ്റോ റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉണ്ണികൾക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളക് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിന് പകരം കുരുമുളക് പൊടി ചെറുതായി ഇടുക. അപ്പോൾ ഇവിടെ സവാള 1.5 സവാള നന്നായി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അതൊരു 4 കുഞ്ഞി പീസ് മുറിച്ചിട്ടിരിക്കണം കേട്ടോ. പിന്നെ ക്യാരറ്റ് ശരിക്കും തക്കാളി ചോറിൽ ക്യാരറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഉണ്ണികൾക്കുള്ളതായതുകൊണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറിയ രീതിയിൽ വെജീസ് ആഡ് ആക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു ക്യാരറ്റിന് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ദെൻ ബ്രൊക്കോളി, ഇത് രണ്ടും ഓപ്ഷണലാണ് കേട്ടോ. നമുക്കത് വേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഞാൻ നമ്മുടെ റൈസിൽ ഇടുന്നുണ്ട്. പൊക്കി കാണിക്കാം. പിന്നെ നമ്മുടെ മസാല ഐറ്റംസ് ഇട്ടാൽ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ജാതിപത്രി, അങ്ങനെ എല്ലാ മസാല ഐറ്റംസും കുറച്ചീശ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് 1.5 തക്കാളി, 2 കുഞ്ഞു തക്കാളിയാണ് നമ്മുടെ ഉണ്ടായത്. അപ്പം നമ്മുടെ ഉണ്ടായതല്ല, ഞാൻ എടുത്തിട്ടുള്ളത് 1.5 തക്കാളിനെ നല്ല ജ്യൂസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഗീ, നമ്മൾ ഗീയും വെളിച്ചെണ്ണയും കൂടി ഉണ്ട് ഇതിനകത്ത് ഒഴിക്കണത്. അപ്പോൾ ഗീ വേണം. ദെൻ റൈസ് ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ്. ഒരു സെക്കൻഡ്, അതിലാണ് ഞാൻ 1 കപ്പ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വെള്ളം വേണ്ടത് ഇതിൽ 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കത്തിച്ചിട്ടുണ്ട്, ഗ്യാസ് വെച്ച് അടുപ്പ് വെച്ചു. ഇതിപ്പോൾ ഇത് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ആദ്യം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് തരുന്ന സാധനം. അതുകൊണ്ട് ഇതിപ്പോൾ കുഞ്ഞി ടീസ്പൂണാണ് കേട്ടോ. ശരിക്കും 1 ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിക്കുന്ന രീതിയിൽ ഒഴിക്കാം. നേരാ കണ്ട നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമ്മുടെ മസാല ഐറ്റംസ്, ആദ്യം ഞാൻ ഈ ജീരകം, നമ്മുടെ എല്ലാ മസാല ഐറ്റംസും ഇടാം കേട്ടോ. നമുക്ക് തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുന്നുണ്ട്. മസാല ഐറ്റംസ് ഒക്കെ ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ടുണ്ട് കേട്ടോ. മസാല ഐറ്റംസ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത്. ഉള്ളിലേക്ക് കാണിച്ചു. നമ്മൾ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്തിരിക്കോളം വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചിട്ട. ഓയിലൊക്കെയാണ് നമ്മൾ വലിയവർക്കാണെങ്കിൽ ഒഴിക്കുക. ഇത് പുണ്യകൾക്കായതുകൊണ്ട് ഞാൻ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടോട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം പിന്നെ ഉണ്ണികൾക്കായതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി കേട്ടോ. ഒരു ഇത്തിരിക്കോളം ഉപ്പുണ്ട് ഞാൻ യൂസ് ചെയ്യണുള്ളൂ. ജസ്റ്റ് ഈ സവാള ഒന്ന് വഴങ്ങാനും അവർക്കൊരു കുഞ്ഞ് ടേസ്റ്റിനുള്ള ഉപ്പ് മാത്രം കേട്ടോ. അപ്പം സവാള കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ജസ്റ്റ് ഈ ഒരു ക്യാരറ്റ്, ഇപ്പം ക്യാരറ്റ് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും ഇത് വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് നന്നായിട്ട് ഈ സവാള വഴണ്ടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ശരിക്കും നമുക്ക് പുതിനയില ഇടാം. അതേപോലെ പട്ടാണി, മറ്റേ ഗ്രീൻ ബീൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഗ്രീൻ ബീൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്രീൻ ബീൻസ് ആഡ് ആക്കിയിട്ടില്ല. അതിന് പകരമാണ് ഞാൻ ക്യാരറ്റും ബ്രൊക്കോളിയൊക്കെ ഇവിടെ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ആക്കിയിട്ടുള്ളത്. ആ സമയമൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയും കൂടിയാണ്. ബേബീസിനാണെങ്കിൽ ഇഷ്ടമാവുകയും ചെയ്യും. കാരണം ചെറിയ പുളിപ്പും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർക്കത് ഇഷ്ടമാവും. ഡെയിലി കഴിക്കുന്ന ചോറിന്. അപ്പോൾ ഇവർക്ക് ഇഷ്ടം. ഇത് നമ്മൾ ബ്രൊക്കോളി ഇതിലേക്ക് ആഡ് ആക്കണ്ട. ബ്രൊക്കോളി പെട്ടെന്ന് വേവിട്ടാ. ഇവർക്ക് ഇതിൻ്റെ പച്ചപ്പ് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നമ്മുടെ ആഡ് ആക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളി, നമ്മുടെ വെജീസൊക്കെ അത്യാവശ്യം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആ ടൊമാറ്റോ പ്യൂരി ഒഴിക്കാം കേട്ടോ. ഇത് തക്കാളി ഇതിനകത്ത് കണ്ടേ എണ്ണ തിരിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിപ്പോൾ ഞാൻ വെജീസ് അങ്ങനെ അങ്ങോട്ട് വഴണ്ടി ഇതാക്കിയിട്ടില്ല, ചെറിയ രീതിയിൽ വഴറ്റിയിട്ടുള്ളൂ. എണ്ണ തിരിഞ്ഞ് വന്നു തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഇതിനകത്തേക്ക് ശരിക്കും ഇനി കുരുമുളക് പൊടി കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഞാൻ ഒരു പിഞ്ച് കണ്ട ഒരു പിഞ്ച് പഞ്ചസാര ഒന്ന് ഇടുന്നുണ്ട്. ആ പുളിപ്പും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയി പോകാനായിട്ട് ഒരു പിഞ്ച് പഞ്ചസാര, ഒരു കുഞ്ഞൊരു ലേശം കുരുമുളക് പൊടി ഇട്ടാ. അധികം ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഉപ്പ് വരുമോ നോക്കുന്നുണ്ട്. പിള്ളേർക്കായതുകൊണ്ട് തന്നെ ഉപ്പും വരുമൊക്കെ കുറവുണ്ട് ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ 1 ഗ്ലാസ് എടുത്താൽ അവർക്ക് മാത്രമേ എനിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക്
ഈ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ട് കേട്ടാ. നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള സാമ്പാർ മല്ലിയുണ്ട്, ജസ്റ്റ് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇടുന്നത്. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട് റൈസ്. വെച്ചിട്ടുള്ള വാട്ടർ ഇട്ട് നമ്മൾ തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഇട്ട്, ചൂടാക്കിയിട്ടില്ല കാരണം അല്ലെങ്കിൽ അതിന് വേവ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വെള്ളമാണ് ഇതിനകത്തേക്ക് ആഡാക്കണത്. ഉള്ളിലേക്ക് നോക്കിക്കോട്ടൊന്ന്. ഇതാണ് നമ്മുടെ റൈസ് കണ്ട കറക്റ്റ്. ഇതൊന്ന് കുഴഞ്ഞിരിക്കണത് കൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളം കറക്റ്റ് 2 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ, നമ്മുടെ ഫ്ലെയിം വളരെ സിമ്മായിട്ട് ഒരു 10 മിനിറ്റും കൂടെ കേട്ടോ. ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സിമ്മാക്കിയിടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാനിട്ടാ ഇതിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ ഉള്ളിലേക്ക് നോക്കിക്കോട്ടെ. അതേ കണ്ട, ഇതിൽ നിന്ന് ഞാനിങ്ങനെ കേക്ക് പോലെ ഉണ്ട് ഇതിനെ മുറിച്ചെടുക്കണത് കണ്ട. അത്രയും സൂപ്പറായിട്ട് ഇതിങ്ങനെ വെന്തിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇനി കൊടുത്താൽ മതി. കണ്ണമോന് വേണ്ടേ പാപ്പു? ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. മുട്ട ടട്ട